മൃത്യുപുരത്തിനയച്ചൊരു ബാലനെ ദക്ഷിണയായി കൊടുത്ത കൃഷ്ണഹരി ബദ്ധമോദേന ചെന്നമ്പാടിയിലേക്കു ഉദ്ധവനെ അയച്ച കൃഷ്ണഹരി. വസുദേവരുടെ ശേഷക്രിയയ്ക്ക് ശേഷം യാദവരുമായി പ്രഭാസക്കരയിലുള്ള കാട്ടിലേക്ക് പോയി ഭഗവാന്റെയും ബലരാമൻ്റെയും ശരീരങ്ങൾ കണ്ടെടുത്ത് യഥാവിധി അവരുടെയും ഉത്തര കർമ്മങ്ങളൊക്കെ ചെയ്തു അർജുനൻ. ശേഷിച്ച അനേകം സ്ത്രീകളെയും കുട്ടികളെയും യാദവന്മാരെയും കൂട്ടി 7-ാം ദിവസം ദ്വാരക വിട്ട് ഹസ്തിനപുരത്തേക്ക് യാത്രയായി. വഴിക്ക് അവിടെയൊക്കെ താമസിച്ചോട്ടാണ് ഈ യാത്രാസംഘം നീങ്ങിയത്. അങ്ങനെ നീങ്ങി ഹിമാലയ പ്രാന്തത്തിലുള്ള ഒരു താഴ്വരയിലെത്തിയപ്പോൾ അവിടെ ധാരാളം ധാന്യങ്ങളും പഴങ്ങളും ഒക്കെ കണ്ടു. എന്നാൽ ഒരു ദിവസം ഇവിടെ താമസിച്ചു കളയാമെന്ന് അവർ തീരുമാനിച്ചു. ആടുകളെയും പശുക്കളെയും ഒക്കെ വളർത്തി ജീവിക്കുന്ന കുറേ ഇടയ പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഈ സംഘത്തെ കണ്ടപ്പോൾ തീരുമാനിച്ചു, ഇവരെ ആക്രമിച്ച് ഇവരിൽ നിന്നും ധാരാളം ധനം സമ്പാദിച്ചാൽ എന്താ എന്നുള്ള ആലോചനയായി. ധാരാളം ദ്രവ്യമുള്ള യാത്രാസംഘം, വേണ്ടത്ര പുരുഷന്മാരോ സംരക്ഷണത്തിന് ഇല്ലതാനും, അധികവും വൃദ്ധ പുരുഷന്മാരാണ്. ആ ഗോപബാലന്മാര് സംഘം ചേർന്ന് അർജുനനെയും യാദവരെയും ആക്രമിച്ചു. ഉടനെ തന്നെ അർജുനൻ തൻ്റെ ഗാണ്ഡീവം കയ്യിലെടുത്ത് അക്രമകാരികളെ പ്രതിരോധിക്കാൻ തയ്യാറായി. ആശ്ചര്യന്നേ പറയുണ്ടു, അജയ്യ യോദ്ധാവും അക്രമശാലിയുമായ അർജുനന് ആ സമയത്ത് തൻ്റെ ഗാണ്ഡീവ ചാപത്തെ കുലയ്ക്കാനുള്ള ശക്തി പോലും ഉണ്ടായില്ല. ചുരുക്കി പറഞ്ഞാൽ ആ പ്രതാപശാലിയുടെ മഹാശക്തി ഏതോ അദൃശ്യശക്തി സ്തംഭിപ്പിച്ചതുപോലെയാണ് അനുഭവപ്പെട്ടത്. അർജുനൻ ആകെ നിരാശനും ലജ്ജിതനുമായി. ഈ കാലി പിള്ളേരുടെ മുമ്പിൽ പോലും ഞാൻ തോറ്റുപോയില്ലോ. ദൈവാധീനമില്ലാതെ ഏതൊരു പുരുഷ ശക്തിക്കും ശേഷിയില്ല എന്ന് അർജുനൻ അപ്പോൾ മനസ്സിലാക്കി. ആ കാലിപ്പിള്ളേർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളെയും അവരുടെ ധനവും തട്ടിക്കൊണ്ടു പോകുന്നത് മൂകസാക്ഷിയായിട്ട് നോക്കി നിൽക്കാനേ അർജുനന് അപ്പോൾ കഴിഞ്ഞുള്ളൂ. ശേഷിച്ച സംഘവുമായിട്ട് അർജുനൻ അടുത്ത ദിവസം കുരുക്ഷേത്രയിൽ എത്തി. കൂടെയുള്ള യാദവരെ അവിടെ കുടിയിരുത്തി വജ്രനെ യാദവ സമുദായത്തിൻ്റെ രാജാവാക്കി അഭിഷേകം ചെയ്തു. അങ്ങനെ ദ്വാരകയെന്ന് വന്ന ആ ചെറിയ സംഘം യാദവന്മാർ വജ്രൻ്റെ ഭരണത്തിന് കീഴിൽ ശക്രപ്രസ്ഥയിൽ കുടിയേറി പാർത്തു. അവരെ അവിടെ സുരക്ഷിതമായി പാർപ്പിച്ചതിന് ശേഷം അർജുനൻ നേരെ പോയത് വ്യാസമഹർഷിയുടെ ആശ്രമത്തിലേക്കാണ്. അവിടെ ആ സമയത്ത് വ്യാസാചാര്യനല്ലാതെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എവിടെയോ നോക്കി ദൂരതയിൽ കണ്ണും നട്ടങ്ങനെ ഇരിക്കുന്നതാണ് അർജുനൻ കണ്ടത്. കുറച്ചു സമയം അർജുനൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നു. പ്രത്യേകിച്ച് പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായില്ല. ഞാൻ അർജുനനാണ് എന്ന് പറഞ്ഞു നോക്കി. തല പൊക്കി ഒന്ന് നോക്കുകയല്ലാണ്ട് പ്രത്യേകമായിട്ടൊന്നും പറയണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ദ്വാരകയിൽ നടന്ന സംഭവങ്ങളും കാലിപ്പിള്ളേർ തന്നെ തോൽപ്പിച്ചതും എല്ലാം വിടാണ്ട് അർജുനൻ പറയണ്ടായി. അർജുന, കാലസ്വരൂപിയായ ഈശ്വരൻ്റെ പ്രവർത്തന വിശേഷണമാണ് ഇത്. ആർക്കും അതിനെ എതിർക്കാനോ മാറ്റിമറിക്കാനോ ഒരിക്കലും കഴിയില്ല. കാലം അനുകൂലമായിരിക്കുമ്പോൾ എല്ലാം ശരിയാണ്. നിസ്സാരമായ ഒരാൾ ചിലപ്പോൾ കാലാനുകൂലത്താൽ പ്രതാപനും കീർത്തിമാനും ആയിത്തീരും. പ്രതികൂലമാകുമ്പോൾ ഫലം മറിച്ചാണ്.
ഈ ദുർബലാവസ്ഥ യാദവർക്ക് വന്നത് അഷ്ടവക്ര മഹർഷിയുടെ ശാപം കൊണ്ടാണ്. പണ്ടൊക്കെ ദ്വാരകയിലെ കുറെ സ്ത്രീകൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പരിഹസിച്ച് ചിരിച്ചപ്പോൾ അദ്ദേഹം ശപിച്ചതാണ് ഈ ദുരാവസ്ഥയ്ക്ക് കാരണം. വാസുദേവനുള്ളപ്പോൾ ആ ശാപം ഫലിക്കില്ലല്ലോ. അതാണ് വാസുദേവൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആ ശാപം ഫലിച്ചത്. വ്യാസാചാര്യൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ അർജുനൻ പറയാണ്, ഞങ്ങൾക്ക് ഇനി ഭൂമിയിൽ ജീവിക്കണമെന്നില്ല, ഇവിടെ മതിയായിരിക്കണു. ഞങ്ങളുടെ ജീവനും ആത്മാവുമായ ശ്രീകൃഷ്ണ ഭഗവാൻ ഉപേക്ഷിച്ചു പോയ ഈ ഭൂമിയിൽ ഇനി ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് ഒട്ടും ആഗ്രഹം ഇല്ല. ഈ ഭൂമിയിലെ ജീവിതം ഞങ്ങൾക്ക് മതിയായിരിക്കണം. മഹാരാജാവിനെ പോയി കണ്ട് ഈ വിവരം ഒക്കെ അറിയിച്ചതിന് ശേഷം ഇപ്പോൾ തന്നെ ഞങ്ങൾ മഹാപ്രസ്ഥാനത്തിന് പുറപ്പെടും എന്നിങ്ങനെ പറഞ്ഞ് അർജുനൻ വ്യാസഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. വ്യാസൻ അനുഗ്രഹിച്ചു. അർജുനൻ യുധിഷ്ഠിര മഹാരാജാവിനെ കാണാനായിട്ട് ഹസ്തിനപുര രാജധാനിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഇവിടെയാണ് ഈ മൗസല പർവം അവസാനിക്കുന്നത്. അടുത്ത പർവം മഹാപ്രസ്ഥാനിക പർവം. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.